തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് ഇന്ന് കേരളത്തിലെ കൊല്ലം നിലമേലിലുണ്ടായത് അത്യന്തം നാടകീയമായ ചില സംഭവ വികാസങ്ങളാണ്. ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. റോഡരികിൽ നിന്ന് പ്രതിഷേധിക്കുന്ന SFI പ്രവർത്തകർക്ക് നേരെ പിന്നീട് നമ്മൾ കണ്ട കാഴ്ച ഗവർണർ വാഹനം നിർത്തി അവർക്കരികിലേക്ക് പോകുന്നതാണ്. അദ്ദേഹം തുടർന്ന് റോഡരികിൽ ഒരു കസേരയിലിരുന്ന് 1.5 മണിക്കൂർ നേരം പ്രതിഷേധിക്കുന്നു. തനിക്കെതിരെ കരിങ്കൊടി കാട്ടിയവർക്ക് നടപടി വേണം അവർക്കെതിരെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ആ FIR കണ്ടാൽ മാത്രമേ താൻ അവിടെ നിന്ന് പോകൂ എന്നുള്ളതായിരുന്നു ഗവർണറുടെ നിലപാട്. 1.5 മണിക്കൂർ നേരം അദ്ദേഹം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അതിനിടെ DGPയെ ഫോണിൽ വിളിക്കുന്നു, DGPയോട് ക്ഷുഭിതനായി സംസാരിക്കുന്നു, പോലീസിനെ ശകാരിക്കുന്നു. ഇത് ആഭ്യന്തര വകുപ്പിന് സംഭവിച്ച വീഴ്ചയാണ് എന്ന് പറയുന്നു, മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു. ആ തരത്തിലേക്കൊക്കെയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ ഘട്ടത്തിൽ ഉണ്ടാവുന്നതും നമ്മൾ കണ്ടു. പിന്നീട് FIR അദ്ദേഹത്തെ കാണിക്കുന്നു. അതിൻ്റെ പകർപ്പ് കാണിച്ചതിന് ശേഷം അത് ബോധ്യപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് 124 വകുപ്പൊക്കെ പ്രകാരം ഉള്ള കേസ് എടുത്തിട്ടുണ്ട് എന്നത് ബോധ്യപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് അദ്ദേഹം പോവുകയാണ്. അതിനിടെ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി പിന്നീട് സംസാരിക്കുന്നു, കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു, ഉപരാഷ്ട്രപതിയോട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം പരിണിത ഫലമായി കേന്ദ്രത്തിൻ്റെ ഇടപെടൽ, കേന്ദ്ര സുരക്ഷ ഗവർണർക്ക് അനുവദിക്കാൻ തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈക്കൊള്ളുന്നു. Z+CRPF സുരക്ഷ ഗവർണർക്ക് നിലവിൽ ഉണ്ട്. അവർ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ഇപ്പോൾ പോകുന്ന ഞങ്ങളുടെ പ്രതിനിധി സലിം മാലിക്കിലേക്കാണ്. സലിം, മാസ്കറ്റ് ഹോട്ടലിലെ പരിപാടി അത് ആരംഭിക്കാറായി എന്ന് കരുതുന്നു. ഏതായാലും കനത്ത സുരക്ഷയിലാണ് ഇനി മുതൽ നമുക്ക് ഗവർണറെ കാണാൻ കഴിയുക. ഇപ്പോൾ തന്നെ രാജ്ഭവനിലൊക്കെ CRPF സംഘമുണ്ട്, 30 അംഗ സംഘം അവിടെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. മാസ്കറ്റ് ഹോട്ടലിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? അനുജ, മസ്കറ്റ് ഹോട്ടലിലേക്ക് അല്പസമയത്തിനകം തന്നെ ഗവർണർ എത്തും. നമുക്ക് ഇവിടെ നിന്നും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമാണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയാണ്. പക്ഷേ അല്പസമയത്തിനകം ഇതായിരിക്കില്ല കാഴ്ച. 30 അംഗ കേന്ദ്രസേനയുടെ സുരക്ഷയിൽ ഗവർണർ ഇവിടേക്ക് എത്താൻ പോകുന്നു. ഗവർണറുടെ യാത്ര ഇനി മുതൽ കേന്ദ്രസേനയുടെ സുരക്ഷയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല ഇവിടെ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും അങ്ങനെ ആ നിലയിൽ കേന്ദ്രസേനയുടെ സുരക്ഷയിൽ ഗവർണർ നീങ്ങുന്നത് നമ്മൾ കാണാൻ പോവുകയാണ്. ആഭ്യന്തര വകുപ്പിനേറ്റ കനത്ത പ്രഹരം, സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം SFIയുടെ പ്രതിഷേധം, ഈ കേന്ദ്രസേന സുരക്ഷ ഒരുക്കുമ്പോഴും SFIയുടെ പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ് ഇനി കാണേണ്ടത്. കാരണം നേരത്തെ വലിയ സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലീസ് നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസിന്റെ ഒരു കൊട്ട കെട്ടിക്കാത്തു എന്ന് തന്നെ പറയാൻ കഴിയും. തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ കണ്ട കാഴ്ച അങ്ങനെയാണ്. പോലീസ് ഏകദേശം 1 കിലോമീറ്ററോളം കൊട്ട കെട്ടിക്കാത്തിട്ടും SFIയുടെ പ്രതിഷേധത്തെ അതിജീവിച്ച് ഗവർണർക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. SFIയുടെ സമരവീര്യം കണ്ടതാണ്. അത് ഒരു സ്ഥലത്ത് SFIയുടെ കൊടിവീശിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധമെങ്കിൽ പോലീസ് ജീപ്പിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം. വെയിലത്ത് നിന്ന് തളർന്ന ഗവർണർക്ക് സംഭാരം നൽകി തിരുവനന്തപുരം ജില്ലയിലേക്ക് സ്വാഗതം എന്നൊരു പ്രതിഷേധം. ആ നിലയിൽ ഒരു വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് കണ്ടതാണ്. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു പോര് അത് മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രസേനയുടെ വരവോടുകൂടി കാണാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ പ്രതിഷേധം വലിയ നിലയിൽ ആരംഭിച്ചതാണ്. ആ പ്രതിഷേധത്തിന് SFI ഒരു വിട്ടുവീഴ്ചയും നൽകാൻ തയ്യാറായില്ല. ഓരോ സ്ഥലത്തും ഗവർണർ പോയപ്പോഴൊക്കെയും വലിയ പ്രതിഷേധമുണ്ടായി. ഗവർണറുടെ പ്രതിഷേധത്തെ അതിജീവിച്ചുകൊണ്ട് കോഴിക്കോടൊക്കെയുള്ള ഗവർണറുടെ യാത്രയൊക്കെ വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല തിരുവനന്തപുരത്ത് ഈ പ്രതിഷേധം തുടങ്ങുന്നത് അത് ഒരു എയർപോർട്ടിലേക്ക് പോകും വഴിയായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ സലീം, ഒരു സംശയമുള്ളത്, നമ്മൾ പല ഘട്ടങ്ങളിൽ ഇപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിൽ, അതുപോലെ തന്നെ ഇന്നിപ്പോൾ കണ്ട കാഴ്ച, നിലമേലിൽ കണ്ട കാഴ്ച, അവിടെയൊക്കെ ഗവർണർ സ്വമേധയാ കാറിൽ നിന്നിറങ്ങി തൻ്റെ പ്രോട്ടോകോൾ എല്ലാം അദ്ദേഹത്തിനുള്ളതാണ്. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ട് പ്രതിഷേധക്കാർക്ക് നടുവിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഗവർണറെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഏതായാലും കേന്ദ്ര സുരക്ഷ വരുമ്പോൾ ആ തരത്തിലേക്കൊന്നും അദ്ദേഹത്തിന് ഒരു തരത്തിലും പ്രതിഷേധിക്കാൻ കഴിയില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതല്ലേ? പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാകുമല്ലോ ഗവർണറുടെ നീക്കങ്ങൾ പോലും. ഉറപ്പായും അനുജ, ഇനി ഗവർണർ നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി അത് തന്നെയാണ്. കാരണം ഗവർണർ ഒരു സ്വമേധയാ സ്വന്തം തീരുമാനം നിമിഷ നേരം കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു തീരുമാനം. കാറിൽ പോകുമ്പോൾ നിർത്താൻ പറയുന്നു, അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം ആ സ്ഥലങ്ങളിലുള്ള പ്രതിഷേധം, ബഹളങ്ങളൊക്കെ ഗവർണറുടെ ഭാഗത്തു നിന്ന് സ്ഥിരമായി ഉണ്ടാകുന്നത് അത് കേരളത്തിന് പുതുമയുള്ള കാഴ്ചയല്ല. ഏറെക്കാലമായി ഗവർണർ ഇവിടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പല സമയങ്ങളിൽ അത്തരത്തിലുള്ള പ്രതിഷേധവും അത്തരത്തിലുള്ള പല പ്രകടനങ്ങളും ഒക്കെ കണ്ടതാണ്. പക്ഷേ ഇനി മുതൽ അങ്ങനെ എന്തായാലും ഗവർണറിന് സാധിക്കില്ല. കാരണം കേന്ദ്ര സുരക്ഷയിലുള്ള
ഒരു ഗവർണർ എന്ന നിലയിൽ ഗവർണർക്ക് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാവൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഗവർണർ ഇനി ഒരു വഴിയിൽ കാറിൽ നിന്ന് ഇറങ്ങി ഒരു പ്രതിഷേധം നടത്തുക എന്നുള്ളത് സാധ്യമാകുമോ എന്നറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ്. സലീമിലേക്ക് എത്താം. ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ നിന്ന് നമ്മുടെ പ്രതിനിധി പ്രതീഷ് കൂടിയുണ്ട്. പ്രതീഷ്, രാജ്ഭവനിലാണ് നിലവിൽ ഗവർണർ ഉള്ളത്. അവിടെ നിന്നാണ് അദ്ദേഹം മാസ്കറ്റ് ഹോട്ടലിലേക്ക് പുറപ്പെടുന്നത്. രാജ്ഭവൻ നിലവിൽ CRPFന്റെ നിയന്ത്രണത്തിലാണ്. 30 അംഗ സംഘമാണ് അതിന്റെ സുരക്ഷ ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്, തത്സമയ ദൃശ്യങ്ങൾ. പ്രതീക്ഷ നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? അനുജ, നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അല്പസമയത്തിനകം ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അതിനുള്ള സൂചനകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. കാരണം ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിലെ പരിപാടി കഴിഞ്ഞ് ഗവർണർ നേരെ രാജ്ഭവനിലേക്കാണ് എത്തിയത്. അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി CRPFന്റെ സുരക്ഷയോട് കൂടിയാണ് ഗവർണർ മറ്റ് പൊതുപരിപാടികളിലേക്ക് പോകുന്നത്. കാരണം ഈ ഉച്ചയ്ക്ക് തന്നെ CRPF DIG രാജ്ഭവനിലെത്തിയിരുന്നു. രാജ്ഭവനിലെത്തുകയും രാജ്ഭവനിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് 30 അംഗ CRPF സംഘത്തെ ഇപ്പോൾ വിനിയോഗിച്ചിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ്, കാരണം Z+ സുരക്ഷയാണ് ഇപ്പോൾ ഗവർണർക്ക് ഒരുക്കിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെയാണ് ഗവർണർക്ക് സുരക്ഷ കൂട്ടാനുള്ള ഒരു തീരുമാനം വന്നത്. ഈ സുരക്ഷയോട് കൂടിയായിരിക്കും ഗവർണർ ഇനി രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതേസമയം ഇനിയും പ്രതിഷേധിക്കും എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷത്തിൽ അദ്ദേഹം ഈ രാജ്ഭവന്റെ ഒക്കെ സുരക്ഷാ ചുമതല CRPF ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് അവരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അവിടെ. അദ്ദേഹത്തിന്റെ യാത്ര ഏത് നിലയിലായിരിക്കും, അദ്ദേഹത്തിനൊപ്പം എത്ര സുരക്ഷാ സൈനികരുണ്ടാകുമെന്നൊക്കെയുള്ളത്, അതിന്റെ കൃത്യമായ കണക്കുകൾ എങ്ങനെയാണ്? NSG കമാൻഡോകൾ ആ സംഘത്തിൽ ഉണ്ടാകുമോ? അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ. അനുജ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ Z+ കാറ്റഗറി സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ലഭിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ DIG അടക്കം രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തത്. സാധാരണഗതിയിൽ വലിയ തരത്തിലുള്ള ഏറ്റവും ഹൈ സെക്യൂരിറ്റിയാണ് Z+ കാറ്റഗറി. അതാണ് ഗവർണർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ 55 മുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം Z+ കാറ്റഗറി സുരക്ഷയിൽ ഉണ്ടാകും. ഇതിൽ 10-ൽ കൂടുതൽ SPG കമാൻഡോകൾ അടക്കം ഈ സുരക്ഷാ വലയത്തിൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ 30 അംഗ CRPF സംഘമാണ് നമുക്ക് രാജ്ഭവനിൽ എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷമായിരിക്കും ഈ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം ഈ ഗവർണറുടെ ഈ സുരക്ഷാ വലയത്തിൽ എന്തായാലും പങ്കുചേരുക. അല്പസമയത്തിനകം തന്നെ ഗവർണർ ഇവിടെ നിന്ന് ഇറങ്ങും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഗവർണറുടെ ഇന്നത്തെ യാത്ര ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഗവർണർ രാജ്ഭവനിലെത്തി. രാജ്ഭവനിൽ നിന്ന് ഇനി മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. മാത്രമല്ല, മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്ക് എത്തുമ്പോൾ പ്രതികരിക്കാമെന്നാണ് ഗവർണർ നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ വിമർശനങ്ങൾ എന്തായാലും ഈ ഗവർണറുടെ പ്രതികരണത്തിൽ നിന്ന് ഉണ്ടാകും. മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അതിരൂക്ഷമായ വിമർശനമായിരുന്നു ഗവർണർ ഇന്ന് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഒരു പ്രതികരണം കൂടി ഏറ്റവും നിർണായകമായിരിക്കും. ഈ മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്ക് ശേഷം പിന്നീട് വിമാനത്താവളത്തിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയെങ്കിൽ കൂടിയും പ്രതിഷേധിക്കുമെന്നതാണ് SFI നിലപാട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയടക്കം ഗവർണർക്ക് വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ സർക്കാർ ഉൾപ്പെടെ ഗവർണറെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഗവർണറോടൊരു മൃദു സമീപനം മതിയെന്ന നിലപാട് സ്വീകരിച്ച അതേ CPM അതേ സർക്കാരാണ് ഇന്ന് ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. മന്ത്രിമാർ അടക്കം CPMന്റെ മുതിർന്ന നേതാക്കളടക്കം ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം. കാരണം ഇനി ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്നൊരു നിലപാട് കൂടി സർക്കാരും പാർട്ടിയും സ്വീകരിക്കുന്നു. ഒപ്പം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഗവർണറും കടന്നാക്രമണം നടത്തുന്നു. അങ്ങനെ ആ ഒരു പോര് പുതിയ തലത്തിലേക്ക് എത്തുന്നുണ്ട്. വലിയ തരത്തിലൊരു പ്രതിസന്ധി സർക്കാരിനെ സംബന്ധിച്ച് ഭരണപ്രതിസന്ധി അടക്കം മുന്നിലുണ്ട്. ഈ ഘട്ടത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെ ഇത്തരത്തിലൊരു പരിഹാരം, ഇരു കൂട്ടരും യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതിന് എങ്ങനെ പരിഹാരം കാണുമെന്നതാണ് വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. ഒരു തരത്തിലും സർക്കാരുമായി വിട്ടുവീഴ്ചയില്ല എന്ന് ഗവർണർ
ഗവർണർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗവർണർക്കെതിരെ വലിയ കടന്നാക്രമണങ്ങൾ സർക്കാരും നടത്തുന്നുണ്ട്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലടക്കം ഇതിന്റെ പ്രതിഫലനങ്ങളായിരിക്കും കാണാൻ കഴിയുക. അല്പസമയത്തിനകം തന്നെ ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങും. അതിനുള്ള ഒരുക്കങ്ങൾ രാജ്ഭവനിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ രാജ്ഭവന്റെ ഗേറ്റുകളടക്കം തുറന്ന് ഇട്ടിട്ടുണ്ട്. രാജ്ഭവനിൽ നിന്ന് ഗവർണർ ഇറങ്ങിയാലുടൻ നേരെ മസ്കറ്റ് ഹോട്ടലിലായിരിക്കും പോകുന്നത്. ഈ CRPFന്റെ സുരക്ഷാ വലയത്തിലായിരിക്കും ഇനി ഗവർണറുടെ സഞ്ചാരം. ഒപ്പം ഈ പലയിടങ്ങളിലും പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിന് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിരിക്കുന്നത്. ഈ ഗവർണർ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഇടങ്ങളിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ പഴുതടച്ച ഒരു സുരക്ഷയാണ് ഗവർണർക്ക് പോലീസും നൽകിയിരിക്കുന്നത്. കാരണം ഇനി ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധമുണ്ടായാൽ അത് നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലൊരു രീതിയിലേക്ക് ആകില്ല. അത് മറ്റൊരു തലത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രതിഷേധം ഏത് വിധേയനെയും ഒഴിവാക്കുക എന്നതാണ് പോലീസും കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു സുരക്ഷ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഗവർണറുടെ അകമ്പടി പോകുന്ന വാഹനങ്ങൾ വന്നു കഴിഞ്ഞു. ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഇതാണ് ഗവർണറുടെ ദൃശ്യങ്ങൾ. ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ്. മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ പോവുകയാണ്. വലിയ തരത്തിലുള്ള പോലീസ് അകമ്പടി ഗവർണർക്ക് ഉണ്ട്. പോലീസ് അകമ്പടിയോടെയാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. നിരവധി വാഹനങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഗവർണർക്ക് അകമ്പടിയുണ്ട്. ഒപ്പം മറ്റ് കമാൻഡോകൾ അടക്കം ഗവർണർക്ക് അകമ്പടിയായി തന്നെയാണ് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ടാണ് പഴുതടച്ച സുരക്ഷയോട് കൂടി തന്നെ ഇപ്പോൾ പോകുന്നത്. ഏറ്റവും പുറകിൽ പോയ വാഹനത്തിൽ CRPF സുരക്ഷാ ജീവനക്കാർ അടക്കം ഈ ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ പോകുന്നുണ്ട്. കാരണം ആദ്യം ഗവർണർക്ക് മുന്നിൽ അകമ്പടി പോയത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അതിന് പിന്നാലെ ഏറ്റവും പുറകിൽ CRPF സുരക്ഷാ ജീവനക്കാർ അടക്കം ഗവർണർക്ക് അകമ്പടി സേവിച്ച് പോകുന്നുണ്ട്. എന്തായാലും ഗവർണർ അല്പസമയത്തിനകം തന്നെ മസ്കറ്റ് ഹോട്ടൽ എത്തും. കാരണം രാജ്ഭവനിൽ നിന്ന് മസ്കറ്റ് ഹോട്ടലിലേക്ക് അധിക ദൂരമില്ല. 3 മിനിറ്റിനുള്ളിൽ തന്നെ ഗവർണർ മസ്കറ്റ് ഹോട്ടലിലെത്തും. മസ്കറ്റ് ഹോട്ടലിലും വലിയ തരത്തിലുള്ള പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ പ്രതികരണം മസ്കറ്റ് ഹോട്ടലിൽ നടത്താം. ആ പരിപാടിക്ക് എത്തുമ്പോൾ താൻ പ്രതികരിക്കാമെന്നതാണ് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഗവർണർ തുടരും. ഒപ്പം തനിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളടക്കം ഗവർണർ കൃത്യമായും വിവരിക്കും. എന്തായാലും ഇനി ഗവർണറുടെ പ്രതികരണത്തിന് ശേഷമായിരിക്കും സർക്കാരിൻ്റെയും മറ്റ് ആളുകളുടെയും പ്രതികരണങ്ങൾ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കും. സർക്കാർ നിലപാട്, പാർട്ടി നിലപാട് അടക്കം മുഖ്യമന്ത്രി ഔദ്യോഗികമായി തന്നെ ഇന്ന് പറയും. കാരണം നേരത്തെയൊക്കെ തന്നെ വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഈ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഗവർണറെ വലിയ തരത്തിൽ കടന്നാക്രമിക്കുന്ന ഒരു രീതി മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നില്ല. പലപ്പോഴും ഈ ചോദ്യങ്ങളോട് ഒരു ചിരിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. കാരണം നിയമസഭാ സമ്മേളനം ചേരുന്നു, നയപ്രഖ്യാപനം ഗവർണർ വായിക്കാതെ സർക്കാരിനെ കൂടുതൽ ഒരു പ്രതിരോധത്തിലാക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിനെ ഒരു വെല്ലുവിളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നടക്കമുള്ള വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് പ്രതിഷേധമുണ്ടാകുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലൊരു സാമൂഹിക അന്തരീക്ഷം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണം ഏറ്റവും നിർണായകമായിരിക്കും. അതിൽ ഗവർണറുടെ പ്രതികരണമായിരിക്കും ആദ്യം വരിക. ആ ഗവർണറുടെ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തരത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കൂടുതൽ കലുഷിതമായി മാറുന്നു. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ